വടകരയിൽ നിന്നൊരു വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വടകരയിൽ BLOമാർക്കെതിരെ ഒരു പരാതിയുണ്ട്. അതായത് ചില ആൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തി അവരുടെ വോട്ടവകാശം തടഞ്ഞു എന്നാണ് പരാതി. കഴിഞ്ഞ ജനുവരി മാസത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇവരൊക്കെ ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ പേരില്ല. കാരണം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖതം ഹോഗയ, മരിച്ചുപോയി എന്നാണ്, മർഗയ. പക്ഷേ BLOമാർ ആണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. റിപ്പോർട്ടർ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുവെന്ന് BLOമാർ രേഖപ്പെടുത്തിയ 3 പേരെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. നമുക്ക് ആ റിപ്പോർട്ട് കണ്ടുവരാം. വടകര മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക ഏപ്രിലിൽ പുറത്തു വന്നപ്പോൾ പലരുടെയും വോട്ട് തള്ളിയതായാണ് പരാതി. ചിലരുടെ വോട്ടാകട്ടെ മരിച്ചു എന്ന പേരിൽ തള്ളിയെന്നാണ് പരാതി പറയുന്നത്. 2024 ജനുവരിയിൽ ആദ്യ വോട്ടർ പട്ടിക വന്നപ്പോൾ ഇവരുടെയൊക്കെ വോട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ലിസ്റ്റ് പുതുക്കി അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ടംപറമ്പിൽ മാധുവിൻ്റെ വോട്ടാണ് അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത ഒരു വോട്ടുകളിൽ ഒന്ന്. കഴിഞ്ഞ വരെ ഞാൻ ചെയ്തതാ, അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചെയ്യും. എന്തിനാ മരിച്ചു പോയിന്നാ പറയുന്നത്, മരിച്ചിക്കില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യാം. എന്തിനാ മാധുവിൻ്റെ ഭർത്താവ് നമുക്കൊപ്പം ഉണ്ട്. പരാതി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. എന്തിനാ പരാതി കൊടുത്തിട്ട്? മൗലിക അവകാശമാണ് വോട്ട്, അത് നിഷേധിക്കാൻ ആർക്കും അർഹതയില്ല. ഞാനിപ്പോൾ ഉള്ളത് വില്യാപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിലുള്ള ഭാസ്കരൻ എന്നയാളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന് ആദ്യം, അതായത് 2024 ജനുവരിയിൽ വന്ന വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. പക്ഷേ അതേസമയം ഏപ്രിലിൽ വന്ന വോട്ടർ പട്ടികയിൽ, അന്തിമ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന് വോട്ടില്ല. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ളതല്ല. അവർക്കത് ഭയങ്കര വിഷമായിട്ടാണുള്ളത്. അതിനെന്തെങ്കിലും ഒരു നിവാരണം കണ്ടുപിടിക്കണം. അതാണ് റിപ്പോർട്ടെല്ലാം ഇതാക്കിയത്. തള്ളിപ്പോയത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ആരും ശ്രദ്ധിക്കാൻ ഇല്ലാത്ത ഒരു വീട്ടിലുള്ള ഒരാളാണ്. BLO തന്നെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പിന്നെ അവിടുന്ന് കിട്ടിയ മറുപടി. അപ്പം BLO ഇന്നലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരെ പോരായ്മയാണ് എന്നുള്ളത് കൂടി കണ്ടെത്തി പ്രശ്നം ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. മരിച്ചുപോയെന്ന് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് തള്ളിപ്പോയ മറ്റൊരാളാണ് മനക്കൽ താഴെ കുനി പൊക്കൻ. അദ്ദേഹത്തിൻ്റെ മകൻ നമുക്കിപ്പോൾ ഉണ്ട്. ആദ്യത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വോട്ടർ പട്ടിക, ലാസ്റ്റ് വോട്ടർ പട്ടിക ഏപ്രിൽ 10 പ്രസിദ്ധീകരിച്ച് അതിൽ നോക്കുമ്പോൾ ഡിലേറ്റ് ചെയ്തായിട്ടേ കാണുന്നത്. അപ്പോൾ ഉടനെ ആൾ BLO ആയിട്ട് ബന്ധപ്പെട്ട് BLOൻ്റെ വീട്ടിൽ പോയി. BLO ആദ്യം പറഞ്ഞു വെച്ചാൽ പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയിന്ന്. വേറൊരു പ്രശ്നവുമില്ല. വോട്ട് നമുക്കൊരു വിഷയമല്ല. വോട്ട് നമുക്ക് ഇപ്പോൾ ആർക്കാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് മരിക്കാത്ത ഒരാൾ മരിച്ചു പോയിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുക? അത് ഞങ്ങൾ ഭയങ്കര വേദനാപരമായിട്ട് ഞങ്ങൾ 4 മക്കളും BLOൻ്റെ വീട്ടിൽ പോയി. ഓൻ ആദ്യം പറഞ്ഞു വെച്ചാൽ പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് ആദ്യം ഫസ്റ്റ് തന്നെ പറയുന്നത്. അപ്പോൾ കയ്യബദ്ധം പറ്റിപ്പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ പറ്റത്തില്ല. കാരണം മരിച്ചതിൻ്റെ ഇവിടെ വെരിഫൈ ചെയ്യണ്ടേ, BLO വീട്ടിൽ വരണ്ടേ. ഏതായാലും മരിച്ചെന്ന് പറഞ്ഞ് വോട്ട് തള്ളുന്ന 3ാമത്തെ ആളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ നിരവധി വോട്ടുകൾ ഇങ്ങനെ വേറെയും തള്ളിയിട്ടുണ്ട് എന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി. ഏതായാലും ഈ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നമുക്കും പറയാനുള്ളത്. കാരണം ഇത് പൗരന്മാരുടെ വോട്ടവകാശത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്. ഓക്കെ സാനിയോ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്? BLOമാർക്ക് സംഭവിച്ചു പോയിരിക്കുന്ന ഒരു കൈപ്പിഴ എന്ന രീതിയിൽ മാത്രമാണോ അതിനെ ഈ വോട്ടർമാർ കാണുന്നത്? ഇങ്ങനെ ധാരാളം പേർക്ക് വോട്ടവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കാരണം ഒരു വോട്ട് പോലും നിർണായകമാണ് വടകരയിലെ നിലവിലുള്ള മത്സരത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ. എന്താണ് വോട്ടർമാർ പറയുന്നത്? BLOയ്ക്ക് സംഭവിച്ചു പോയ കൈബദ്ധം മാത്രമാണോ അത്? ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ വോട്ടർമാർക്ക് പിടികിട്ടിയിട്ടില്ല. നമ്മൾ ഈ കണ്ട 3 പേരും വടകര മണ്ഡലത്തിലെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ മാത്രമുള്ള ആളുകളാണ്. അതായത് ഒരു പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിൽ 3 പേരുടെ വോട്ടാണ് മരിച്ചു എന്ന് BLO റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിപ്പോയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി പഞ്ചായത്തുകളിലൊക്കെ എത്രമാത്രം വോട്ടുകൾ ഇങ്ങനെ തള്ളിപ്പോയിട്ടുണ്ടാകാം എന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരാതി പറയുന്നത്. ഒരു കൈപ്പിഴ പറ്റിപ്പോയി എന്ന് BLO തന്നെ സമ്മതിച്ചതായി ഇതിലൊരാളുടെ മകൻ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ കൈപ്പിഴ എങ്ങനെ സംഭവിക്കും? കാരണം വീട്ടിലെത്തി പരിശോധിച്ചതിന് ശേഷമാണ് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വോട്ട് തള്ളാൻ കൊടുക്കാവൂ എന്നാണ് നിയമം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി ഈ ഒരു പരാതി കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഇനി വോട്ടിന് അത്ര ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസത്തിനുള്ളിൽ ഇവർക്ക് വോട്ടവകാശം തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല.
ഈ മാധു എന്ന് പറയുന്ന സ്ത്രീയൊക്കെ പറയുന്നത് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു, ഇനി എനിക്ക് മറ്റു വോട്ട് ചെയ്യാൻ ഇനി മറ്റൊരു വോട്ടിലേക്ക് വോട്ട് ചെയ്യാനുള്ള സമയം തനിക്കുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ തന്റെ അവസാനത്തെ വോട്ടായിരിക്കും, അതുപോലും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഓക്കെ സാനിയോ, ഞാൻ തിരിച്ചു വരാം.